ജീവിതത്തിൽ വല്ലാത്ത നിരാശയാണ്, ദുഃഖമാണ്, എന്തിലും പരാജയമാണ്, ഒരു സന്തോഷവുമില്ല. സെൻ ഗുരുവിനോട് യുവാവിൻ്റെ പരാതി ഇതായിരുന്നു. അദ്ദേഹം ചിരിച്ചു, എന്നിട്ട് ചോദിച്ചു, ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അവൻ പറഞ്ഞു, സമാധാനം, കാരണം ഞാൻ അങ്ങയുടെ മുൻപിലിരിക്കുന്നു. ഇവിടം ശാന്തമാണ്. ഈ കാനനം വളരെ മനോഹരമാണ്. ഇവിടുത്തെ ചിത്രശലഭങ്ങളുടെ കൊഞ്ചലുകൾ എനിക്ക് കേൾക്കാൻ കഴിയുന്നു. കിളികളുടെ നാദം എനിക്ക് കേൾക്കാൻ കഴിയുന്നു. ശാന്തമായി ഒഴുകുന്ന അരുവി എനിക്ക് കാണാൻ കഴിയുന്നു. എൻ്റെ മനസ്സും ശാന്തമാണ്. ഇന്നലെ നിങ്ങൾ ദുഃഖിതനായിരുന്നോ? അതേ ഗുരു. എന്താണതിന് കാരണം? കഴിഞ്ഞ വർഷം ഞാൻ നടത്തിയ കച്ചവടം നഷ്ടത്തിലായി. ഞാൻ ജീവിതത്തിൽ പിറകിലായിപ്പോയി. ഗുരു പറഞ്ഞു, മകനെ, കഴിഞ്ഞു പോയ പരാജയത്തെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിച്ചാൽ നിനക്ക് ഇന്ന് നഷ്ടമാവും. ആ ചിന്ത നിന്റെ പരാജയത്തെ ഒരു രീതിയിലും മാറ്റാൻ പോകുന്നില്ല. ജീവിതം സംഭവിക്കുന്നത് മുന്നോട്ടാണ്. അതിൽ നിനക്ക് ജീവിക്കാൻ കഴിയുന്നത് ഇന്നിൽ ഈ നിമിഷം മാത്രമാണ്. ആ നിമിഷം പരിപൂർണ തൃപ്തിയോടെ, ഓരോ നിമിഷവും കൃതജ്ഞതയോടെ ജീവിക്കുക എന്നതാണ് പ്രധാനം. നിങ്ങൾക്കിപ്പോൾ ഇവിടെ ആരോഗ്യത്തോടെ ഇരിക്കാൻ കഴിയുന്നു. ഈ വാക്കുകൾ കേൾക്കാൻ കഴിയുന്നു. സൂര്യപ്രകാശം ആസ്വദിക്കാൻ കഴിയുന്നു. മഴ ആസ്വദിക്കാൻ കഴിയുന്നു. നന്നായി ഉറങ്ങാൻ കഴിയുന്നു. ഉന്മേഷത്തോടെ ഉണരാൻ സാധിക്കുന്നു. ഈ നിമിഷം ജീവിക്കുന്നു. ഇതൊക്കെ ആസ്വദിച്ച് ജീവിക്കുന്നതാണ് ജീവിതം. ഒരു നദി ഒഴുകുമ്പോൾ തടസ്സമായി വരുന്ന ഒരു പാറയുമായി അത് കലഹിക്കാറില്ല. മറിച്ച് ആ പാറയെ ചുറ്റി അതൊഴുകുന്നു. അങ്ങനെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളോട് കലഹിച്ചു നിൽക്കുകയല്ല വേണ്ടത്. ആ പ്രശ്നവും കടന്നു പോവും എന്ന ചിന്തയോടുകൂടി മുന്നോട്ട് ജീവിക്കുകയാണ് വേണ്ടത്. ജീവിതത്തിൽ സുഖവും ദുഃഖവും പൂർണ്ണ തൃപ്തിയോടെ സ്വീകരിച്ച് മുന്നോട്ട് പോവുക. ദുഃഖം വരുമ്പോൾ സ്വയം ചോദിക്കുക, ഈ ദുഃഖം മാറ്റാൻ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഈ ദുഃഖം എൻ്റെ കൺട്രോളിലുള്ളതാണോ? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ പിന്നെ ആ കാര്യത്തെ ഓർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല എന്ന് തിരിച്ചറിയുക. ജീവിത സാഹചര്യങ്ങൾ മാറാം, പക്ഷേ സന്തോഷവും ദുഃഖവും ആ സാഹചര്യത്തോട് നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന പ്രതിഫലനം ആണെന്ന് തിരിച്ചറിയുക. ആ തിരിച്ചറിവിൽ ജീവിതം എന്ന സൗഭാഗ്യത്തെ ആസ്വദിച്ച് ജീവിക്കുക. നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നോ പൂർണ്ണ തൃപ്തിയോടെ, കൃതജ്ഞതയോടെ ആ കാര്യം ചെയ്യുക.